ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് തലവനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിലാണ് ചിഹ്നങ്ങളും പാലിയവും മുദ്രമോതിരവും ഒക്കെ പാപ്പ സ്വീകരിച്ചത്. സമാധാനം പുലരട്ടെ എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജിബിൻ കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ജിബിൻ, ഔദ്യോഗിക മാർപ്പാപ്പയെ സെലക്ട് ചെയ്തു, ലോകം മുഴുവൻ അത് ആഘോഷത്തോടെ കണ്ടതാണ്. ഇപ്പോഴിതാ ഔദ്യോഗികമായി സ്ഥാനമേറ്റിരിക്കുന്നു. അതൊരു സാങ്കേതിക പ്രക്രിയയാണ്. ഈ സ്ഥാനമേറ്റതിന് ശേഷം പാപ്പ ലോകത്തോട് പറഞ്ഞത് എന്താണ്? തീർച്ചയായും തന്നെ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് വത്തിക്കാനിൽ നടന്നത് എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റിരിക്കുന്നു. ഈ സ്ഥാനീയ ചിഹ്നങ്ങളും അതോടൊപ്പം തന്നെ മുദ്രമോതിരവും ഒക്കെ തന്നെ അണിയിച്ചുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുത്തത്. ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ മുതിർന്ന കർദിനാൾമാർ അടക്കമുള്ളവരാണ് ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുകയും കുർബാന ചടങ്ങുകൾക്ക് ലിയോ 14 മാർപ്പാപ്പ തന്നെ നേതൃത്വം നൽകുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ ഒരു ചടങ്ങിൽ ഏറ്റവും പ്രധാനമായും തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ലിയോ 14 മാർപ്പാപ്പയുടെ വാക്കുകൾ തന്നെയാണ്. അതിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ അടക്കമുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗമധ്യേയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിഴലിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആഹ്വാനം, സമാധാനത്തിനുള്ള ഒരു ആഹ്വാനം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ലോകസമാധാനം ഏറ്റവും പ്രധാനമാണ്. അതിനാൽ തന്നെ ലോകസമാധാനത്തിലേക്ക് വരണം, ക്രിസ്തുവിലേക്ക് വന്ന് അവിടുത്തെ സമാധാനത്തെ തന്നെ നോക്കണമെന്നുള്ളൊരു കാര്യം ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം വിവിധ മതസ്ഥരുമായുള്ള ഒരു ഐക്യം ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം സഭയോടായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ വത്തിക്കാനിൽ സർവ്വമത സമ്മേളനവും ഒക്കെ തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോളം കൂടിയായി തന്നെ നമുക്ക് ഈ ലിയോ 14 മാർപ്പാപ്പയുടെ വാക്കുകളെ തന്നെ നമുക്ക് കാണേണ്ടതാണ്. വിവിധ മതസ്ഥരുമായുള്ള ഒരു ഐക്യം ഏറ്റവും പ്രധാനമാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുമ്പോൾ അത് ഏത് നിലയിലായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ ഭരണകാലം അടയാളപ്പെടുത്താൻ പോകുക എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ദൃഷ്ടാന്തമായി തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു സഭയുടെ ഒരു ഐക്യം പ്രധാനമാണ്, സഭ ഒന്നാണ്, ക്രിസ്തു ഒന്നാണ് എന്നതുപോലെ തന്നെ സഭയും ഒന്നാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതിൽ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം സഭയുടെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സഭയിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെയുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന നിലയിൽ ആ സഭയുടെ ഐക്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സഭയുടെ ഒരു ഐക്യം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ആ നിലകളിൽ സഭയുടെ ഒരു ഐക്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു ആഹ്വാനം തന്നെയാണ് ലിയോ 14 മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ ലോകത്തിൻ്റെ സാഹചര്യങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം വീക്ഷിക്കുന്നു. അദ്ദേഹം ലോകത്തിൻ്റെ പുതിയ സാഹചര്യങ്ങളെയൊക്കെ തന്നെ പഠിക്കുന്നു. അതിനനുസരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനത്തിനായി ലോകത്തിലെ ഉരുത്തിരിച്ചിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ലോകം സമാധാനത്തിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ആഹ്വാനം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു മാർപ്പാപ്പയാണ് എന്നുള്ളതാണ് സവിശേഷമായി പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രൈസ്തവ മിഷണറി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യമൊക്കെ തന്നെ ആരംഭിക്കുന്നത്. ഈ ഒരു വിവിധ പ്രദേശങ്ങളിലായി തന്നെ പോയിക്കൊണ്ട് വിവിധയിടങ്ങളിൽ ആലംബരും അതോടൊപ്പം തന്നെ കഷ്ടമനുഭവിക്കുന്നവരുടെ ഇടയിലുമൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം, അദ്ദേഹത്തിൻ്റെ ഈ വൈദിക ദൗത്യം അദ്ദേഹം ആരംഭിക്കുന്നത്. അതിനുശേഷമായി തന്നെ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിനിടയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വത്തിക്കാനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളും മറ്റുമൊക്കെ തന്നെ
അദ്ദേഹത്തിന് നൽകുകയും അതിനുശേഷമായി തന്നെ കർദിനാളായി തന്നെ ഉയർത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിന് മുൻപേ തന്നെ അദ്ദേഹത്തെ തൻ്റെ വരും കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാവണം അദ്ദേഹം അത്തരം ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോയത്, കർദിനാളായി ഉയർത്താനുള്ള ഒരു നടപടിയിലേക്ക് പോയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കൃത്യമായും തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെടുകയും പിന്നീട് വത്തിക്കാനിലെ വിവിധ ചുമതലകൾ അദ്ദേഹത്തിന് നൽകുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ പുതിയ മാർപ്പാപ്പയായി പേപ്പൽ കോൺക്ലേവ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. മെയ് 8-നായിരുന്നു ഈ ഒരു സ്ഥാനാരോഹണ ചടങ്ങ്. ഇത്തരത്തിൽ അദ്ദേഹത്തെ പുതിയ പാപ്പയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അതിനുശേഷമായി തന്നെ പിന്നീട് അദ്ദേഹം ജനങ്ങളെ ആദ്യമായി തന്നെ അഭിസംബോധന ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ലോകസമാധാനത്തിനായി അദ്ദേഹം ആ ഒരു ഘട്ടത്തിലും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന ഒരു നിലയുണ്ടായിരുന്നു. അത് കൃത്യമായും തന്നെ ഇന്ത്യയിലടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുതന്നെ ഇന്നത്തെ പ്രസംഗത്തിലും അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കത്തോലിക്ക സഭയുടെ ഭാവികാല നിലപാടുകൾ ഏതു തരത്തിലായിരിക്കണം എന്നുള്ള ഒരു കാര്യം